ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കമ്പനി മോഡൽ ജിഎസിന്റെ 22ാമത്തെ പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് മുതൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 21 പാർട്ടുകളിലായി നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചാനലിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലാസ്സുകൾ ആദ്യം മുതൽ കാണുക. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം. കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം. രാഷ്ട്രത്തിൻ്റെ ഭരണഘടന സമഗ്രവും പരമാധികാര സ്വഭാവമുള്ളതാണ്. രാഷ്ട്രത്തിൻ്റെ ഭരണഘടന സമഗ്രവും പരമാധികാര സ്വഭാവമുള്ളതുമാണ്. അടുത്തത് ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് നോക്കുന്നത്. ഭരണഘടനയുടെ 5 ധർമ്മങ്ങളാണ് ഭരണഘടനയ്ക്കുള്ളത്. ഒന്ന്, ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. അടുത്തത് എന്താണ്? തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുന്നു. അതുപോലെ സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും വ്യക്തമാക്കുന്നു. പിന്നെന്താണ്? ജനതയുടെ മൗലിക വ്യക്തിത്വം എന്താണെന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ഭരണഘടനയ്ക്ക് 5 ധർമ്മങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. അതുപോലെ തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. പിന്നെന്താണ്? ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുന്നു. പിന്നെ സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും വ്യക്തമാക്കുന്നു. പിന്നെന്താണ്? ജനതയുടെ മൗലിക വ്യക്തിത്വം എന്താണെന്ന് വ്യക്തമാക്കുന്നു. ഇത്രയുമാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ. അതുപോലെ ലോ ഓഫ് ദി ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ലോ ഓഫ് ദി ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ലോകത്തിലെ ലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ലോകത്തിൽ ലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ പഠിച്ചു വെക്കുക, ലോകത്തിൽ ലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. അതുപോലെ ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. അടുത്തത്, പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസ് ആണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസ് ആണ്. അതുപോലെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഗ്രീസ് ആണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യവും ഏതാണ്? ഗ്രീസ് ആണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്.
പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15-നാണ്. ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15-നാണ്. അപ്പോൾ പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യവും ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യവും ഏതാണ്? ഗ്രീസ് ആണ്. അതുപോലെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യവും ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യവും ഏതാണ്? ഗ്രീസ് ആണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. അതുപോലെ ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15-നാണ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? കിങ് ജോൺ ആണ്. റണ്ണിബേഡ് മൈതാനത്തിൽ വെച്ചാണ് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? കിങ് ജോൺ ആണ്. അടുത്തത് 1946 സെപ്റ്റംബർ 2-ന് രൂപീകൃതമായ ഇടക്കാല മന്ത്രിസഭയിലെ അംഗങ്ങൾ. പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. 1946 സെപ്റ്റംബർ 2-ന് രൂപീകൃതമായ ഇടക്കാല മന്ത്രിസഭയിൽ അംഗങ്ങൾ. അപ്പം ഇടക്കാല മന്ത്രിസഭ രൂപീകൃതമായത് 1946 സെപ്റ്റംബർ 2-നാണ്. വേവൽ പ്രഭു പ്രസിഡന്റ് ആയിരുന്നു. വേവൽ പ്രഭു പ്രസിഡന്റ് ആയിരുന്നു. സർ ക്ലാഡ് ഒച്ചിൻലേക്ക് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. സർ ക്ലാഡ് ഒച്ചിൻലേക്ക് ആരായിരുന്നു? കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ഏതൊക്കെ വകുപ്പാണ്? വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ വിദേശകാര്യ മന്ത്രിയായിരുന്നു. അപ്പം ജവഹർലാൽ നെഹ്റു ഏതൊക്കെ വകുപ്പുകളാണ്? വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെന്താണ്? വിദേശകാര്യ മന്ത്രിയായിരുന്നു. അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്തത്? ആഭ്യന്തരം, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരവും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭക്ഷ്യം, കൃഷി. ഈ രണ്ട് വകുപ്പുകളായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൈകാര്യം ചെയ്തത്. ഭക്ഷ്യം, കൃഷി. പിന്നെ ജോൺ മത്തായി ധനകാര്യം. എം അസഫ് അലി റെയിൽവേ ആൻഡ് വാർത്താവിനിമയം. എം അസഫ് അലി ഏതൊക്കെയാണ്? റെയിൽവേയും വാർത്താവിനിമയവും. അതുപോലെ ശരത് ചന്ദ്ര ബോസ് ഏതൊക്കെയാണ്? ഖനികൾ, അതേപോലെ ഊർജം. ശരത് ചന്ദ്ര ബോസ് ഏതൊക്കെയാണ്? ഖനികള്, അതുപോലെ ഊർജം. സി രാജഗോപാലാചാരി ഏതൊക്കെയാണ്? വ്യവസായമാണ്. സി രാജഗോപാലാചാരി കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണ്? വ്യവസായമാണ്. അതുപോലെ ബൽദേവ് സിംഗ് ഏതാണ്? പ്രതിരോധമാണ്. ബൽദേവ് സിംഗ് ഏതാണ്? പ്രതിരോധമാണ്. ജഗ്ജീവൻ റാം ഏതാണ്? തൊഴിലാണ്. ജഗ്ജീവൻ റാം ഏതാണ്? തൊഴിലാണ്. അതുപോലെ സയ്യിദ് അലി സഹീർ ഏതാണ്? നിയമമാണ്. സയ്യിദ് അലി സഹീർ ഏതാണ്? നിയമമാണ്. അതുപോലെ സി എച്ച് ഭാഭ ഏതാണ്? വാണിജ്യമാണ്. സി എച്ച് ഭാഭ ഏതാണ്? വാണിജ്യമാണ്. അതുപോലെ ഷാഫത്ത് അഹമ്മദ് ഖാൻ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, ആർട്സ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ആർട്സ് എന്നീ വകുപ്പുകളാണ് ഷാഫത്ത് അലി അഹമ്മദ് ഖാൻ കൈകാര്യം ചെയ്തത്. അടുത്തത് ഇടക്കാല ഗവൺമെന്റിന്റെ രൂപീകരണത്തിന് ശേഷം മുസ്ലിം ലീഗ് ഗവൺമെന്റിന്റെ ഭാഗമാകാനുള്ള സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് ചില പ്രത്യേക വകുപ്പുകൾ മുസ്ലിം ലീഗിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്കായി നൽകി. ഏതൊക്കെയാണ് വകുപ്പുകൾ? ആർക്കൊക്കെയാണ് നൽകിയത്? ലിയാഖത്ത് അലി ഖാൻ നൽകിയത് ധനകാര്യമാണ്. അതുപോലെ ഐ ചുന്ദ്രിഗർ എന്ന വ്യക്തിക്ക് നൽകിയത് വാണിജ്യമാണ്. അതുപോലെ ഗസൻഫർ അലി ഖാൻ അദ്ദേഹത്തിന് നൽകിയത് ആരോഗ്യമാണ്. അതുപോലെ ജോഗീന്ദർ നാഥ് മണ്ഡൽ അദ്ദേഹത്തിന് നൽകിയതാണ് നിയമമാണ്. അതുപോലെ അബ്ദുർ റബ്ബ് നിസ്താർ അദ്ദേഹത്തിന് നൽകിയത് പോസ്റ്റ് ആൻഡ് എയർ ആണ്. എന്നിവർക്കാണ് മുസ്ലിം ലീഗിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്കായി നൽകിയിട്ടുള്ള വകുപ്പുകൾ.
വകുപ്പ് കൈമാറ്റത്തിലൂടെ സ്വന്തം വകുപ്പുകളിൽ മാറ്റം സംഭവിച്ചവർ ആരൊക്കെയാണ്? ജോൺ മത്തായിയുടെ വകുപ്പ് വ്യവസായമായി. അതുപോലെ സി രാജഗോപാലാചാരിയുടെ വകുപ്പ് ഏത്? വിദ്യാഭ്യാസവും ആർട്സായി. CH ഭാഭയുടെ വകുപ്പ് ഏതൊക്കെയായി? ഖനികള് ഊർജമായി. അപ്പോൾ ഇതൊന്നും സാധാരണ PSC ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന നാഴികക്കല്ലുകൾ. ഇത് PSC പല തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം പ്രത്യേകമായിട്ട് ഒന്ന് ഓർത്തു വെക്കുക. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? MN റോയി ആണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? MN റോയി ആണ്. അതുപോലെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം MN റോയി മുന്നോട്ട് വെച്ചത് ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം MN റോയി മുന്നോട്ട് വെച്ചത് ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിന് ഒരു ഭരണഘടന എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിന് ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് MN റോയി 1934 ഉന്നയിച്ചിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിന് ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് MN റോയി 1934 ഉന്നയിച്ചിരുന്നു. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനമാണ് 1935. ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനം 1935. അപ്പൊ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണെങ്കിൽ ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനമാണ് 1935. 1935 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 1935 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാണ്? ഫെയ്സ്പൂർ സമ്മേളനമാണ്. ഇത് നടന്ന വർഷം 1936-37 കാലഘട്ടങ്ങളിലാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാണ്? ഫെയ്സ്പൂർ സമ്മേളനമാണ്. 1936-37 കാലഘട്ടങ്ങളിലാണ്. ഫെയ്സ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഫെയ്സ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഫെയ്സ്പൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഫെയ്സ്പൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ബാഹ്യ ശക്തികളുടെ സ്വാധീനമില്ലാത്ത ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് 1938 ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. ബാഹ്യ ശക്തികളുടെ ഒരു സ്വാധീനമില്ലാത്ത ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് 1938 ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കണമെന്ന പ്രമേയം മോത്തിലാൽ നെഹ്റു അവതരിപ്പിച്ച സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനം 1927 മെയ് 17. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കണമെന്ന പ്രമേയം മോത്തിലാൽ നെഹ്റു അവതരിപ്പിച്ച സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനമാണ്. 1927 മെയ് 17. ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കാൻ മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി കോൺഫറൻസ് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് 1928 മെയ് 19. ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കാൻ മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി കോൺഫറൻസ് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് 1928
മെയ് 19-നാണ്. മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്? 1928 ഓഗസ്റ്റ് 10-നാണ്. മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 10-നാണ്. അടുത്തത് ഭരണഘടന നിയമനിർമ്മാണ സമിതി. ഈ ഒരു ഭാഗമാണ് അടുത്ത് നോക്കുന്നത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടന നിയമ നിർമ്മാണ സഭ രൂപീകൃതമായത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടന നിയമ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടന നിയമ നിർമ്മാണ സഭ രൂപീകൃതമായതെന്നാണ്? 1946 ഡിസംബർ 6-നാണ് ഭരണഘടന നിയമ നിർമ്മാണ സഭ രൂപീകൃതമായത്. 1946 ഡിസംബർ 6-നാണ്. ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നതെന്നാണ്? 1946 ഡിസംബർ 9-നാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 207 ആണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 207 ആണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. മുസ്ലിം ലീഗ് ഈ സമ്മേളനത്തെ ബഹിഷ്കരിച്ചു. മുസ്ലിം ലീഗ് ഈ സമ്മേളനത്തെ ബഹിഷ്കരിച്ചു. ഭരണഘടന നിയമ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്. ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്. ഇപ്പോൾ അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ്. ഭരണഘടനാ നിയമ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് ഇപ്പോൾ അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ്. സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധനം ചെയ്തതാരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധനം ചെയ്തതാരാണ്? JB കൃപലാനിയാണ്. JB കൃപലാനിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധനം ചെയ്തത്. ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനയുടെ ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്? 1946 ഡിസംബർ 11-നാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് തിരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11-നാണ്. ഭരണഘടനാ നിയമ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഭരണഘടനാ നിയമ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? HC മുഖർജി, VT കൃഷ്ണമാചാരി. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്നാണ്? 1946 ഡിസംബർ 13-നാണ്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്നാണ്? 1946 ഡിസംബർ 13-നാണ്. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്? 1947 ജനുവരി 22-നാണ്. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അടുത്ത് നോക്കുന്നത്. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ നാട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുകയുണ്ടായി. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുകയുണ്ടായി. 1:10 ലക്ഷം എന്നതായിരുന്നു ഏകദേശ അനുപാതം. 1:10 ലക്ഷം എന്നായിരുന്നു ഏകദേശ അനുപാതം. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 389 ആണ്.
ഭരണഘടന നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 359 ഇതിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 93 അംഗങ്ങൾ പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നുമായിരുന്നു. 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 93 അംഗങ്ങൾ പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നുമായിരുന്നു. 296 അംഗങ്ങളിൽ 292 അംഗങ്ങൾ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു. 296 അംഗങ്ങളിൽ 292 അംഗങ്ങൾ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഏതൊക്കെയാണ്? ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഏതൊക്കെയാണ്? ഡൽഹി, അജ്മീർ, കൂർഗ്, അതുപോലെ ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ 82% സീറ്റുകളും ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? കോൺഗ്രസ് ആണ്. ഭരണഘടന നിർമ്മാണ സഭയിലെ 82% സീറ്റുകളും ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? കോൺഗ്രസ് ആണ്. 296 അംഗങ്ങളിൽ 4 സിഖ് മതസ്ഥരും 3 ആംഗ്ലോ ഇന്ത്യൻസും 3 പാഴ്സി മതസ്ഥരും ഉൾപ്പെട്ടിരുന്നു. 296 അംഗങ്ങളിൽ 4 സിഖ് മതസ്ഥരും 3 ആംഗ്ലോ ഇന്ത്യൻസും അതേപോലെ 3 പാഴ്സി മതസ്ഥരും ഉൾപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 208 സീറ്റും മുസ്ലിം ലീഗ് 73 സീറ്റും ബാക്കിയുള്ള 15 സീറ്റ് സ്വതന്ത്രരും നേടി. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 208 സീറ്റും മുസ്ലിം ലീഗ് 73 സീറ്റും ബാക്കിയുള്ള 15 സീറ്റ് സ്വതന്ത്രരും നേടി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? ഫ്രാങ്ക് ആന്റണിയാണ്. ഭരണഘടന നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? ഫ്രാങ്ക് ആന്റണിയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരാണ്? SN മുഖർജിയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരാണ്? SN മുഖർജിയാണ്. അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളികളാണ് അടുത്ത് നോക്കുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ 17 പേരാണ്. ഇതില് 3 വനിതകളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണ്? 3 വനിതകളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ ഓരോ നാട്ടുരാജ്യത്തു നിന്നും ആരൊക്കെയെന്ന് നമുക്കൊന്ന് വേർതിരിച്ചൊന്ന് പരിശോധിക്കാം. തിരുവിതാംകൂറിൽ നിന്നും പട്ടം എ താണുപിള്ള, R ശങ്കർ, പിന്നെ PS നടരാജപിള്ള, അതുപോലെ KA മുഹമ്മദ്, PT ചാക്കോ എന്നിവരാണ് തിരുവിതാംകൂറിൽ നിന്നും ഉണ്ടായിരുന്ന മലയാളി അംഗങ്ങൾ. പട്ടം എ താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. കൊച്ചിയിൽ നിന്നാരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. കൊച്ചിയിൽ നിന്നും പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. മലബാറിൽ നിന്നും ആരൊക്കെയാണ്? കെ മാധവ മേനോൻ, അതുപോലെ P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം, അതുപോലെ B പോക്കർ, AK മേനോന്, അതുപോലെ അബ്ദുൽ സത്താർ ഹാജി, അതുപോലെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നിവരാണ് മലബാറിൽ നിന്നും, അതായത് മദ്രാസ് പ്രവിശ്യയിൽ നിന്നും ഉണ്ടായിരുന്നത്. കെ മാധവ മേനോന്, P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൽ സത്താർ ഹാജി, പിന്നെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഡോക്ടർ ജോൺ മത്തായി ആണ് ഉണ്ടായിരുന്നത്. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ജോൺ മത്തായി ആണ് ഉണ്ടായിരുന്നത്. വനിതകൾ ആരൊക്കെയായിരുന്നു? ആനി മസ്ക്രിൻ തിരുവിതാംകൂറിൽ നിന്ന്, അമ്മു സ്വാമിനാഥൻ മദ്രാസിൽ നിന്ന്, ദാക്ഷായണി വേലായുധൻ മദ്രാസിൽ നിന്ന്. അപ്പോൾ 3 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ മദ്രാസിൽ നിന്നും, അതുപോലെ ആനി മസ്ക്രിൻ തിരുവിതാംകൂറിൽ നിന്നും ആയിരുന്നു. അടുത്തത്
ഭരണഘടനാ നിയമനിർമ്മാണ സഭ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 299 ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടന നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായി? 299 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ അംഗങ്ങളുടെ എണ്ണം 296 നിന്നും 229 പ്രിൻസിലി സ്റ്റേറ്റിലെ അംഗങ്ങളുടെ എണ്ണം 93 നിന്ന് 70 ചുരുങ്ങി. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതകളുടെ അംഗങ്ങൾ 17 നിന്ന് 15 ചുരുങ്ങി. ഈ 15 വനിതകളുടെയും പേര് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. സാധാരണ കൂടുതലും ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു വിടാം. ഒന്ന് അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, അതുപോലെ ദാക്ഷായണി വേലായുധൻ, ബീഗം ഐസ്വാൾ റസൂൽ, ദുർഗാബായി ദേശ്മുഖ്, അതുപോലെ ഹൻസ ജീവ്രാജ് മേത്ത, കമല ചൗധരി, ലീല റോയ്, അതുപോലെ മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായ്, സരോജിനി നായിഡു, സുചേല കൃപലാനി, പിന്നെ വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇത്രയും പേരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ 15 വനിതകൾ എന്ന് പറയുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാൾ റസൂൽ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരാണ്? ബീഗം ഐസ്വാൾ റസൂലാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗമായ ഏക ദളിത് വനിത ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. ഇത് രണ്ടും PSC ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരാണ്? ബീഗം ഐസ്വാൾ റസൂലാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തിരഞ്ഞെടുത്തത് ആനയെയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തിരഞ്ഞെടുത്തത് ആനയെയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? BN റാവുവിനെയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? BN റാവുവിനെയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരാണ്? HVR അയ്യങ്കാർ ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരാണ്? HVR അയ്യങ്കാർ ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് എന്നാണ്? 1947 നവംബർ 17 സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് എന്നാണ്? 1947 നവംബർ 17 അതുപോലെ നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ ആരാണ്? GV മാവിലങ്കാർ ആണ്. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ ആരാണ്? GV മാവിലങ്കാർ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കാം. അപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിക്കണം. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം. പിന്നെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലും ജോയിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ.